Good evening. Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Okay, we can start. Actually, in the രണ്ട് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സബ്ട്രാക്ഷനും അഡീഷനും. നെക്സ്റ്റ് മൺഡേ നമുക്ക് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടില്ല, ബോർഡ് വന്നിട്ടില്ല. ഈവൻ ദോ വന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുതരാം. ഒരു 4 അരിത്തമെറ്റിക് ഓപ്പറേഷനും കൂടെ കൺഫ്യൂഷൻ ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് അഡീഷനും സബ്ട്രാക്ഷനും നമുക്ക് ബോർഡ് വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ ഓക്കെ, ഒരു ജസ്റ്റ് 2-3 minutes നമുക്കൊന്ന് സൈലന്റ് പ്രയറിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. So 29th ഫിക്സ് ചെയ്തേക്കൂല്ലേ നിങ്ങൾ എല്ലാരും വരുന്നത് എന്നല്ലേ? Yes, ma'am. എത്ര മണിക്ക് എത്താൻ പറ്റും? മാം ക്ലാസ്സിന്റെ ടൈം കൊടുത്തേക്കുന്ന 9:30-ക്കല്ലേ? നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ടോ? അവിടുന്ന് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു രാവിലെ 9:30 മുതൽ. പക്ഷെ എത്ര മണി വരെ ഉണ്ടെന്ന് പറഞ്ഞില്ല വൈകിട്ടേ. നമുക്ക് നമ്മൾ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടെല്ലാം ചെയ്യാം. പിന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. പിന്നെ എല്ലാ മെറ്റീരിയലും എല്ലാരും ചെയ്ത് നോക്കണം. ആ ഒരു ടൈം അതാണ്. പെട്ടെന്ന് കഴിയും. ഓക്കെ, നോ പ്രോബ്ലം. സോ എനിക്ക് ഇത് ചെയ്യാനായിട്ട് എനിക്ക് ഒരാളുടെ കൂടെ സഹായം വേണം. കാരണം ഞാനിത് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ടേ. ഞാനൊന്ന് മോളെ വിളിക്കട്ടെ കേട്ടോ. ഓക്കെ മാം. കേൾക്കാമോ? എക്കോ വരുന്നുണ്ട് മാം. യെസ് മാം.
ബോർഡ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ കേക്കാം മാം, കാണാം. ബോർഡ് കാണാലോ? യെസ് മാം. ടോപ്പിലായിട്ട് പിടിക്കുന്നത് ക്ലിയർ ആണോ ബോർഡ്? ബോർഡ് നന്നായിട്ട് കാണാമോ? നമ്പേഴ്സ് എഴുതിക്കുന്ന കാണാമോ? യെസ് മാം. യെസ് മാം. ഓക്കെ, നമുക്കപ്പോ ഇങ്ങനെയാണ് അഡീഷൻ സ്ട്രിപ്പ് ബോർഡ് വരുന്നത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് സബ്ട്രാക്ഷന്റെ സ്ട്രിപ്പ് ബോർഡും. ഞാൻ ഈ കവർ മാറ്റിയിട്ടില്ല, ക്ലാസ്സിൽ വരുമ്പോ മാറ്റാന്ന് വിചാരിച്ചിട്ടാ. നമുക്ക് ബ്ലൂ കളറും സ്ട്രിപ്സ് ആണ് അവൈലബിൾ ആയിട്ട്. സ്ട്രിപ്സ് ഉണ്ട്, 9 സ്ട്രിപ്സ് ആണ്. ബ്ലൂവിലും നമുക്ക് റെഡും കാണുന്ന രീതിയിൽ പിടിക്കും. റെഡും ബ്ലൂവും നമുക്ക് സ്ട്രിപ്സ്. നമ്മളിത് പ്ലേസ് ചെയ്യുന്നത് അഡീഷൻ കുട്ടികളെ ചെയ്യിക്കുന്നതിന് മുമ്പ് പ്ലേസ് ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇത് 1 to 9 വരെ, ദെൻ റെഡ് 1 to 9 വരെ സ്ട്രിപ്സ് ഉണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പം നമ്മളുടെ കയ്യില് ഈ ചാർട്ട് പേപ്പറിന്റെ ചെറിയ ചെറിയ സ്ട്രിപ്സ്, ഈ സ്ട്രിപ്പിന്റെ തന്നെ വീതി വരുന്ന ചെറിയ ചെറിയ സ്ട്രിപ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ 2 നമ്പേഴ്സ്, 4+5 ആണ് ചെയ്യുന്നതെങ്കിൽ 4+5 എഴുതിയിട്ട് ഈക്വൽ ടു കൊടുക്കണം. കുട്ടികളുടെ കയ്യിൽ ആ ഒരു മാർക്കർ പെയിനും ഈ ഒരു ഇതും കൊടുക്കുക. അപ്പൊ 4+5 ആകുമ്പോഴേക്കും അവരോട് ആദ്യം 4 എടുക്കാനായിട്ട് പറയണം. ബ്ലൂ നമ്മൾ പ്ലേസ് ചെയ്യുന്നു 4. ഓക്കെ, ദെൻ +5 ആകുമ്പോൾ ഇവിടുന്ന് 5. ഇപ്പൊ ഏതാണോ വരുന്നത് നോക്കണം. ഇവിടെ ശരിക്കും കാണിക്കും. ബോർഡില് അതിന്റെ മുകളിലെ ടോപ്പിലെ നമ്പർ ഏതാന്ന് അവരോട് നോക്കാൻ പറയാം. 4+5 9. 9 എന്നിട്ട് ആ ചെറിയ പേപ്പറിൽ, ചാർട്ട് പേപ്പറിൽ ഈക്വൽ ടുന്റെ അവിടെ എഴുതാം. അങ്ങനെ ഓരോ നമ്പേഴ്സും. നിങ്ങൾ ഏതെങ്കിലും നമ്പർ പറയാമോ ആഡ് ചെയ്യാനുള്ളേ? 6+7. ഓക്കെ, അപ്പൊ സോ നമ്മൾ ബ്ലൂ സ്ട്രിപ്പ് ചെയ്ത് 6 എടുക്കും. പ്ലേസ് ഹിയർ 6, then 7. ചെയ്താ നോക്കും. സോ 13 വരും അതിന്റെ മുകളിൽ. ഇനിയാണ് നമ്മൾ അഡീഷൻ സ്ട്രിപ്പ് ബോർഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രിപ്സ് 1 തുടങ്ങി 9 വരെ ഉണ്ട്, 1 തുടങ്ങി 9 വരെ തന്നെയുണ്ട്. കുട്ടികൾ അത് മാനിപ്പുലേറ്റ് ചെയ്യും, ഡെഫിനറ്റ്ലി അവർ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് അവർക്ക് റെഡ് തിരിച്ചു വെക്കാം അങ്ങനെ. പക്ഷെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ, ഇപ്പൊ റെഡ് ഇവിടെ വന്നാലും 6 വന്നാലും സെയിം ആൻസർ തന്നെ നമുക്ക് വരും. അവിടെ അങ്ങനെ അവർ മാനിപ്പുലേറ്റ് ചെയ്യും, മെറ്റീരിയൽസ് വെച്ചിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ബ്ലൂ സ്ട്രിപ്സിന് നിങ്ങൾക്ക് കാണാം 1, 2, 3 മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ് ടു 9. സിമിലർലി റെഡിലും, എന്റെ ക്യാമറ അവിടെ വരെ നീങ്ങില്ല, റെഡിലും അതുപോലെ തന്നെ 1, 2, 3 അങ്ങനെ 9 വരെ. അപ്പൊ നമ്മൾ ഇത് ഡെമോ ചെയ്യുമ്പോൾ ബോർഡ് വെച്ചിട്ട് ബോർഡിന്റെ ലെഫ്റ്റും റൈറ്റിലും തന്നെയായിട്ട് ഈ സ്ട്രിപ്സ് വയ്ക്കും. പിന്നെ ഇത് എന്താ പറയാ, അതിലും കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ബ്ലൂ വയ്ക്കാം ഈ സൈഡിൽ, അല്ലെങ്കിൽ റെഡ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ അപ് ടു ദം നമുക്കിതിങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനാകെ 1 തുടങ്ങി 8 വരെയുള്ള നമ്പേഴ്സ് ആണ് എനിക്കിത് നല്ലതായിട്ട് തോന്നിയത്. 9 ശരിക്കും ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണ പോലെ തോന്നും. സോ അവിടെ ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് വരാതെ നോക്കണം. 1 തുടങ്ങി 9 മാത്രമാണ് നമ്മൾ എഴുതുന്ന 9 ആയിട്ട് പി പോലെയോ ക്യൂ പോലെയോ ഒക്കെ തോന്നും. സോ ഇതാണ് സ്ട്രിപ്പ് ബോർഡിലെ നമ്പേഴ്സും സ്ട്രിപ്പ് ബോർഡും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സബ്ട്രാക്ഷനിലേക്ക് പോയാലോ? ഓക്കെ മാം. സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡ്. ഇതില് അഡീഷന്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ നമ്പേഴ്സ്, ബ്ലൂ കളറിലെ നമ്പേഴ്സും റൈറ്റ് സൈഡിൽ റെഡ് കളർ നമ്പേഴ്സ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്.
ഇതിന് വേറെ എക്സ്ട്രാ വേറൊരു സ്ട്രിപ്പും കൂടി ഉണ്ട്. ബോർഡ് എല്ലാം ഓൾമോസ്റ്റ് സെയിം. ആ ഒരു നമ്പേഴ്സിന്റെ കളർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരിക്കും. ഇവിടെ ബ്ലൂ ആയി, ഇവിടെ റെഡ് ആയി. നമുക്ക് ഇങ്ങനെ ഒരു വലിയ ലോങ് സ്ട്രിപ്പ് ഉണ്ട് സബ്ട്രാക്ഷന് സെപ്പറേറ്റ്. മറ്റേതെല്ലാം അഡീഷന്റെ പോലെ തന്നെ സെയിം സ്ട്രിപ്സ് റെഡും ബ്ലൂവും ഉണ്ട്. ഇതുപോലുള്ള സ്ട്രിപ്സ് ആണോ? സെയിം തന്നെ സ്ട്രിപ്സ് തന്നെ, റെഡ് ബ്ലൂ തന്നെ. One to line, റെഡും ബ്ലൂവും ഇതിനും സെയിം ആയിട്ട് തന്നെ. ചിലയിടത്ത് മോളിലും താഴെയായിട്ട് അങ്ങനെ ഈ സ്ട്രിപ്സ് പ്ലേസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. മാം ചെറുതിന്ന് വലുതിലേക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാലോ അല്ലേ? ആ കൂടുതലും കണ്ടിരിക്കണ ഇങ്ങനെയാട്ടോ. ഈ ഒരു ഓർഡറിൽ കണ്ടിട്ടുണ്ട്. മറ്റേതായാലും പ്രോബ്ലം ഇല്ല, കാരണം നമ്മൾ ഏത് നമ്പർ പറയുന്നു അതിനനുസരിച്ച് സ്ട്രിപ്പ് എടുക്കുവാണല്ലോ. സോ അതാ പറഞ്ഞ കുട്ടികൾ ഇത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യും. എൻഡ് റിസൾട്ട് അവരെങ്ങനെയാ എടുക്കുന്നതെന്നുള്ളത് നോക്കുകയാണ് മെയിൻ ആയിട്ട്. ഓക്കെ, നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് ഈ സ്ട്രിപ്സ്. ഇങ്ങനെ കുറച്ച് സ്ട്രിപ്സ് എക്സ്ട്രാ ഉണ്ട്. ചില ഇതില് വുഡൻ കളർ തന്നെയാണ്. ഇതിൽ നമുക്കൊരു ആഷ് ഒരു ഗ്രേയോ അങ്ങനെ ഒരു കളർ പോലെ വരുന്നുണ്ട്. ചിലതില് വുഡൻ കളർ ഉണ്ട്, ചിലർക്ക് വൈറ്റ് കളർ ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും നമ്പർ സബ്ട്രാക്ഷന്റെ ഏതെങ്കിലും നമ്പർ ഒന്ന് പറഞ്ഞേ. 8 - 3. 8 - 3. ഓക്കെ, ഇത് പല രീതിയിൽ ചെയ്യാട്ടോ. 8 - 3 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ഏതെങ്കിലും ഒരു പീസ് കുറച്ച്, അതായത് 8നേക്കാൾ കുറച്ച് ലെങ്ത് ഉള്ള ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് 8 കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ വെക്കും. 8 - 3 അല്ലേ, 8 കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ 3, 1 2 3 അങ്ങനെ 3 പ്ലേസ് ചെയ്യാം. ബ്ലൂവിന്റെ 3 പ്ലേസ് ചെയ്യാം. എന്നിട്ട് പതുക്കെ ഇതിന് താഴേക്ക് കൊണ്ടുവരിക. 8 കഴിഞ്ഞിട്ടുള്ള പോർഷനിലല്ലേ നമ്മൾ പ്ലേസ് ചെയ്യുക, താഴേക്ക് കൊണ്ടുവരിക. കുട്ടികളോട് കൗണ്ട് ചെയ്യാൻ പറയുക, ലെഫ്റ്റ് ഓവർ ബ്ലോക്സ് കൗണ്ട് ചെയ്യാനായിട്ട് പറയുക. സോ അവര് കൗണ്ട് ചെയ്യുമ്പോൾ അവർക്ക് എത്ര ബ്ലോക്സ് കിട്ടും നോക്കുക. എത്ര ബ്ലോക്സ് ഉണ്ട്? 1 2 3 4 5 അല്ലേ? 8 - 3 5 ബ്ലോക്സ് നമുക്ക് കിട്ടി. സോ 5 നമ്മൾ റെഡിലെ 5 എടുക്കും. അതവിടെ കറക്റ്റ് ഫിക്സ് ആണോ എന്ന് കുട്ടികളോട് നോക്കാൻ പറയാം. അതവിടെ കറക്റ്റ് ഫിക്സ് ആണ്. അപ്പൊ 8 - 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ പാർട്ടാണ്, 5. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. വേറെ നമ്പേഴ്സ് പറയും, അപ്പൊ അത് ക്ലിയർ ആവും. വൺസ് സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് തന്നെ പ്ലേസ് ചെയ്യിക്കുന്ന രീതിയിൽ ചെയ്യിക്കുക. അടുത്തൊരു നമ്പർ പറയും.
9 minus 2. 9 minus 2. സോ 9 എന്നുള്ള നമ്പറിന്റെ അടുത്ത് വെക്കുക സ്ട്രിപ്പ്. കുറെ സ്ട്രിപ്പ് ഉണ്ട്, ഏതെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, 9 minus 2. സോ 2 ഇവിടെ നിന്ന് 2 എടുക്കുക. കൗണ്ട് ചെയ്യാൻ പറയാം. 1 2 3 4 5 6 7. ഈ സ്ട്രിപ്പിനെ നമ്മൾ താഴേക്ക് എടുക്കാം വയ്ക്കുക. വെച്ചിട്ട് 7 വരുന്ന ഇത് തിരഞ്ഞെടുക്കാൻ പറയും. സോ 7 എന്നുള്ള ആ ഒരു സ്ട്രിപ്പ് എടുത്തു, അവിടെ ഫിറ്റ് ആവുന്നത് നോക്കുക. സോ ആൻസർ ഇസ് 7. ഇവിടെ ക്രോമാറ്റിക് സെൻസ് ബ്ലൂ റെഡ് സെൻസ് വരുന്നു. ദെൻ കൗണ്ടിങ് നടക്കുന്നു, നമ്പർ ഐഡന്റിഫൈ ചെയ്യുന്നു. കൗണ്ട് ചെയ്ത് കിട്ടുന്ന നമ്പർ 7. അപ്പൊ 7 എന്നുള്ളതിൽ 7 തന്നെയാണോ കുട്ടികൾ സ്ട്രിപ്പ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അവരിത് മാറിപ്പോവുകയാണ്. ഇപ്പൊ 7 കുട്ടി 5 മനസ്സിൽ പെട്ടെന്ന് വിചാരിച്ചിരിക്കണമെന്ന് വിചാരിക്കുക. അത് വെക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫിറ്റ് അല്ലെ, അത് ഫിറ്റ് ആവുന്നില്ല, പിന്നെയും ബാക്കിയുണ്ട്. അപ്പൊ വേണ്ടും കൺട്രോൾ ഓഫ് എറർ. അടുത്ത ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് കുട്ടിക്ക് 7 എന്നുള്ളത് ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ സ്ട്രിപ്പ് എടുത്ത് വെച്ച് നോക്കും. ദെൻ 6 നോക്കും, അപ്പൊ അതും ആവുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കി 7 വെക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും 7 എന്നുള്ള നമ്പർ ഇതാണെന്ന് കിട്ടും. പെട്ടെന്ന് കൺഫ്യൂഷൻ വരാലോ. 3ഉം 4ഉം തമ്മിൽ മാറിപ്പോവാം, 5ഉം 6ഉം തമ്മിൽ അവർക്ക് മാറിപ്പോവാം. പഠിച്ചു വരുവാണല്ലോ. അപ്പൊ നമ്പറിന്റെ ഫെമിലൈസേഷൻ നടക്കും, കൗണ്ടിങ് നടക്കും. ലെഫ്റ്റ് ഔട്ട് ആവുന്നത് കുറഞ്ഞു വരുന്നത് അവർക്ക് മനസ്സിലാകും. അത് അഡീഷനിൽ നമ്പർ കൂടി വരുന്നത് മനസ്സിലാകും. ഇതെല്ലാം അങ്ങനെ കുറെ ആക്ടിവിറ്റി നമുക്ക് ഈ അഡീഷൻ സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് അഡീഷൻ സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡ് വരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എനിക്ക് അബാക്കസിൽ അങ്ങനെയാണെന്ന് അറിയില്ലേ, പല്ലാങ്കുഴി എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടല്ലോ, ഈ തമിഴ്നാട്ടിൽ അങ്ങനെ ആൾക്കാർ ചെയ്യുന്ന കാണാം. ഇങ്ങനെ കുഴി പോലെ വന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മുട്ടുവെക്കുന്ന രീതിയിൽ, ആ രീതിയിലാണ് മോണ്ടിസോറി മെത്തേഡില് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്നത്. അത് അഡീഷൻ സബ്ട്രാക്ഷൻ നമുക്ക് പിന്നെയും കുറച്ചുകൂടെ പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ഒരു ഡിവിഷൻ ബോർഡ് മാത്രമേ വന്നിട്ടുള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് വന്നിട്ടില്ല. ബട്ട് വൺസ് ഡിവിഷൻ ബോർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ച് അവരെ കൊണ്ട് തന്നെ പ്ലേസ് ചെയ്യിക്കണം. ഞാനിപ്പോ ടേബിളിന്റെ പുറത്താണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ നിലത്തിരുന്ന് ചെയ്യുവാണെങ്കിൽ മാറ്റ് വിരിച്ച് അതിന്റെ മുകളിൽ തന്നെ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ധാരണ. ഇനിയിപ്പോ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞു. പിങ്ക് ടവർ നമുക്ക് കിട്ടിയിട്ടില്ല, അത് ഞാനൊന്ന് ഇൻഫോം ചെയ്യട്ടെ. പിങ്ക് ടവർ ഒരു മെയിൻ ഇതാണ്. പിങ്ക് ടവർ കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആകെ ഈ ഒരു ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിൻ ഷീറ്റ് വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തിരുന്നത്. ഇതിന് ശരിക്കും ഒരു കവറിങ് ഉണ്ടാകണമായിരുന്നു. കാരണം ഇത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയല്ലേ, ഇത് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് വെക്കുന്നതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ സ്ട്രിപ്സ് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും സെയിം തന്നെ. ഒന്നില് എന്താ പറയാ ബ്ലൂ ലെഫ്റ്റ് സൈഡില്, ഒന്നില് എന്താ പറയാ ഇത് റെഡ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറിയത് മാത്രമേ ഉള്ളൂ. പിന്നെ ബോർഡില് എഴുതിയിരിക്കുന്ന ലാർജ് നമ്പർ റോഡ്സ്, സ്മോൾ നമ്പർ റോഡ്സ്, അതല്ലേ ഇത്? ഞാനും അങ്ങനെ വിചാരിച്ചാണ്. ഈ ബോക്സ് ഇങ്ങനെ വന്നപ്പോ ഇതിന്റെ സ്പ്രിംഗ് ഷീറ്റിന്റെ മുകളിലൂടെ കണ്ടപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ബട്ട് ഇത് നമുക്ക് അത് വന്നിട്ടില്ല കേട്ടോ. ലാർജ് നമ്പർ റോഡ്സും സ്മോൾ നമ്പർ റോഡ്സും വന്നിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഈ ഒരു ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും തോന്നി. ഇത് പക്ഷെ സ്ട്രിപ്പാണ്, റോഡല്ലല്ലോ. റോഡ് മീൻസ് ആ ഒരു ക്യൂബോയിഡ് ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടണമായിരുന്നു. രീതിയിൽ പോകണം, പ്ലേസ് ചെയ്യേണ്ടത് താഴേക്ക്. മിസ്സേ, ഈ മെറ്റീരിയൽസ് ഒക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടായിരിക്കുമോ? ഈ മോണ്ടിസോറി
മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ എല്ലാ മെറ്റീരിയൽസും കാണും. ചില സ്കൂളുകളിൽ, ട്രഡീഷണൽ സ്കൂളുകളിൽ KG സെഷനിൽ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു മിക്സഡ് വേർഷൻ ചെയ്യുന്നവരുണ്ടാകും. അവർ സെലക്ടഡ് ആയിട്ട് ചില മെറ്റീരിയൽസ് വാങ്ങും. ഇതൊക്കെ തന്നെ വേണമെന്നില്ല, ചിലതൊക്കെ കാണും. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ മക്കള് രണ്ടുപേരും മോണ്ടിസോറി സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ ഞാൻ അവരടുത്ത് ചോദിച്ചു, നിങ്ങളെ പഠിപ്പിച്ചത് ഇതൊക്കെ കൊണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവർ ഇതൊന്നും കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അവരൊക്കെ നമ്മള് സാധാ ട്രഡീഷണല് എങ്ങനെയാണോ പഠിച്ചിരുന്നത്, നമ്മളൊക്കെ എങ്ങനെ അതുപോലെ തന്നെയാണ് അവരും പഠിച്ചു വന്നത്. ശരിയായ മോണ്ടിസോറി സ്കൂളിൽ ഇത് ഉണ്ടാകും കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, അത് നിങ്ങൾക്ക് ചോദിക്കാം, ആദ്യത്തെ പാരന്റ് ചോദിക്കാം എന്തൊക്കെ മെറ്റീരിയൽസ് എവിടെയുള്ളതെന്ന് ചോദിക്കായിരുന്നു. ശരിക്കും എല്ലാ സ്കൂളുകളിലും, മോണ്ടിസോറി സ്കൂളുകളിൽ ഇതെല്ലാം ഉണ്ട്. അത് വയ്ക്കുന്ന ഷെൽഫ് വരെ ആ രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ മിസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നഴ്സറി പഠിക്കുന്ന സമയത്ത് അന്ന് ഈ പ്ലാസ്റ്റിക് ഒന്നും അധികം ഇല്ലല്ലോ. ഞങ്ങളുടെ കളിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ വുഡനായിരുന്നു, വുഡൻ ബ്ലോക്സ് ഒക്കെ ആയിരുന്നു. അതൊക്കെ കുറച്ചൊക്കെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഭാഗം പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അന്നറിയില്ല, പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോഴേ അതൊക്കെ അതിന്റെയൊക്കെ ഒരു വേർഷൻ തന്നെ ആയിരുന്നിരിക്കാം. ജ്യോതി പറഞ്ഞ പോലെ ശരിക്കും നമ്മളുടെ നമ്പർ റോഡ്സ് പോലെയാണ്. പക്ഷെ ഇത് റോഡല്ല, ഇത് സ്ട്രിപ്പാണ്. അതിന്റെ അതേ സെയിം കളർ, ഈ നമ്മുടെ ബ്ലൂ റെഡ്, നമ്മുടെ പ്രൈമറി കളേഴ്സിലെ പല ഇതുകൊണ്ടാണ് മെറ്റീരിയൽസ് പലതും ഉണ്ടാക്കിയിരിക്കുന്നത്. തലേ ദിവസം ആരെങ്കിലും വരുന്നുണ്ടോ? യെസ് മാം. ആരാ തലേന്ന് വരുന്നേ? സാബിക്ക. ആണോ? എവിടെ സ്റ്റേ എങ്ങനെയാ, എന്താ തീരുമാനിച്ചോ? ഇല്ല, റെയിൽവേ സ്റ്റേഷൻ ആലുവയിൽ ഇറങ്ങി അവിടെ എവിടെ സ്റ്റേ ചെയ്യാ അങ്ങനെ കരുതിയിരുന്നത്. എനിക്ക് പിറ്റേന്ന് എങ്ങനെയായാലും എത്താൻ കഴിയില്ല. സമയമാകുമ്പോത്തിന് വന്ന് ട്രെയിനും ബസ്സും ഒന്നും, പിന്നെ ചെറിയ കുട്ടി ഉണ്ടായോണ്ടേ അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കുട്ടിയെ കൊണ്ടാണോ വരുന്നേ? അതെ, ചെറിയ കുട്ടി. ഹസ്ബൻഡിന്റെ കൂടെ പുറത്ത് നിന്നോളും, പക്ഷെ ഇവിടെ ഇട്ടിട്ട് വരാൻ പറ്റില്ല, അവൻ നിക്കില്ല. ആണോ? സാബിക്ക് എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ? കുഞ്ഞിനെ കൊണ്ട് വരണോണ്ട് ചോദിച്ചതാണ്. എന്റെ വീട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയിട്ടാണ് വീടുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഈവനിങ്ങിൽ ഒരു 4:30 ട്രെയിൻ ഉണ്ട്, അതിന് അങ്ങനെ പോരാന്ന് കരുതിയിട്ടുള്ളത്. പിന്നെ ഷൊർണൂർ ഇറങ്ങിയിട്ട് വേറെ കയറിയിട്ട് ആ സമയത്തൊക്കെ അവൾക്ക് ഇങ്ങനെ ആലുവയിൽ ഇറങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ. അത് ആലുവ വരെ ഓക്കെയാണ്. അവിടുന്ന് എങ്ങനെയാണ് ട്രാവൽ എന്താ പ്രൈവറ്റ് ബസ്സുകളൊന്നുമില്ല, KSRTC ബസ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. KSRTC ബസ്സേ ഉള്ളൂ. പറവൂർക്ക് KSRTC ബസ്സേ ഉള്ളൂ. ആലുവ പറവൂർ KSRTC റൂട്ടാണ്. മാമിന്റെ അവിടെ തന്നെയാണോ? എനിക്ക് പറവൂരിൽ നിന്ന് പിന്നെയും കുറച്ചുകൂടെ പോകണം. അത് ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് പറവൂർ ടൗണുമായിട്ട് എനിക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റേഴ്സിനടുത്തുണ്ട്. അവിടെ നിന്നും പിന്നെ 3 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. സാർ എവിടെയാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ ഓഫീസിന്റെ മുകളിൽ ഒരു ഹോൾ ഉണ്ട്. ഇനി അവിടെയാണോ അതോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ എന്നറിയില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലാവാൻ ചാൻസ് ലെസ് ആണ്. കാരണം വെച്ചാൽ ശരിക്കും പറവൂര് കറക്റ്റ് മെയിൻ സ്ഥലത്ത് വന്നിട്ട് 3 കിലോമീറ്റർ പിന്നെ ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ട് 3 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് കേട്ടോ. അതായത് എന്റെ പറവൂര് ടച്ച് ചെയ്തിട്ടല്ലേ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് അറിയിക്കാം മാം. എങ്ങനെയാണ് ഇതിന്റെ അറിയില്ലല്ലോ. പിന്നെ എന്താ പറയാ, ഇൻസ്റ്റിറ്റ്യൂട്ടിലാകാൻ ചാൻസ് വളരെ സാധ്യത കുറവാണ്. വേറെ ഒന്നുമല്ല, ആ സമയത്ത് പാരലലി വേറെ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ക്ലാസ് നടക്കുന്ന ഓൺലൈൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ആകാൻ ചാൻസ് ഇല്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചാൻസ് ഓഫീസിലായിരിക്കും. ഓഫീസിന്റെ ടോപ്പിൽ നമുക്കൊരു പോർഷൻ ഉണ്ട്, അവിടെ ആയിരിക്കാം. ഒരു ഹോള് പോലെയുണ്ട്, PC ഹോളാണ്. അപ്പൊ അവിടെ ആണോന്നും അറിയില്ല. നിങ്ങൾ എത്ര പേര് വരുന്നു എന്നനുസരിച്ചായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അത് പറവൂർ ടൗണിൽ തന്നെയാണ് ഓഫീസ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അവിടെ നിന്ന് കുറച്ച് ദൂരെ. കഴിഞ്ഞ ന്യൂസിലൊക്കെ നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, ഒരു കൂട്ടക്കൊലപാതകം നടന്ന ഞാൻ കണ്ടപ്പോ എനിക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അടുത്താണത്. കറക്റ്റ് ലൊക്കേഷൻ ഇട്ടാ മതി, അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ.
ഇത് എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ. ഇൻസ്റ്റിറ്റ്യൂട്ടിലാവാനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടെ പാരലലി വേറെ ക്ലാസ്സസ് നടക്കുന്നതുകൊണ്ട് ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് ഓഫീസിലാകാനാണ് ചാൻസ്. ഓക്കെ, നോക്കാം. അപ്പൊ ലിസ്റ്റ് തന്നതനുസരിച്ച് നിങ്ങൾ എത്ര പേരാണ്? 19 പേരോ? നസീം എനിക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്പറേ ഞാൻ നോക്കിയോളൂ, ആരൊക്കെയാ നോക്കിയത്? 19-20 പേരൊക്കെ തന്നെ കണ്ടുള്ളൂ അതില്. 17 പേര് ലിസ്റ്റ് പേര് തന്നിട്ടുണ്ട്. ദൂരേന്ന് വരുന്നത് സ്ഥാപിക്ക. പിന്നെ ആരാ ദൂരേന്ന് വരുന്നവരുള്ളത്? തൃശ്ശൂർ എന്നൊക്കെ ഉള്ളവർക്ക് അന്ന് വന്നാൽ മതിയാവൂലോ. ഞാൻ ഷൊർണൂരിൽ വരാണ്. ആണോ? ജ്യോതി വരുന്നുണ്ടോ? ജ്യോതി എങ്ങനെ വരുന്നത്? അത് അന്ന് രാവിലെ വരും. അന്ന് രാവിലെ തന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 6 o'clock 7 o'clock സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ട്രെയിൻ കറക്റ്റ് ട്രാഫിക് റോഡാ? എന്താ മാം? എങ്ങനെയാ വരുന്നേ? ഞാന് പ്രൈവറ്റ് കാറിൽ വരാണ്. അല്ല ട്രാഫിക് ഉണ്ടാവില്ലേ മാം ആ സമയത്ത് അവിടെ? ബൈപ്പാസ് പിന്നെ ആലുവ പറവൂർ റൂട്ടില് വലിയ ബ്ലോക്ക് ഇല്ല. ബൈപ്പാസ് ഇങ്ങോട്ട് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പറവൂർക്കുള്ള ടേൺ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ട് എറണാകുളം പോകുമ്പോഴാണ് ബൈപ്പാസിൽ വലിയ ബ്ലോക്ക് വരുന്നത്. കളമശ്ശേരി ഇടപ്പള്ളിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. പിന്നെ അത് ബൈപ്പാസും അല്ലാതെയുള്ള പ്രൈവറ്റ് റോഡ്സും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവുള്ളൂ. ഇത് കുഴപ്പമില്ല. പിന്നെ മോർണിംഗ് അല്ലേ, വലിയ ബ്ലോക്ക് ഉണ്ടാവും. സോ എനിവേ ബി കംഫർട്ടബിൾ. വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടോ തലേ ദിവസം വരുന്ന എന്തെങ്കിലും ഉണ്ടോ? മാം ഞാനും വരുന്ന കാര്യം കറക്റ്റ് തീരുമാനിച്ചിട്ടില്ല. ഇത് എന്റെ വീട് ചെങ്ങന്നൂരാ. ആലപ്പുഴ. ചെങ്ങന്നൂര്. ആലപ്പുഴ. മാം എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാട്ടോ. ആർക്കെങ്കിലും ഇവിടെ അടുത്ത് തന്നെയാ. പൊയ്യല്. അപ്പൊ ഇവിടെ ആർക്ക് വേണമെങ്കിൽ ഞാൻ നസീബത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, സ്റ്റേ ചെയ്യാം. തൊട്ടടുത്ത് തന്നെയാ. അതെ, പൊയ്യ അടുത്താണ്. ശരിയാ. ശരണ്യ ചെങ്ങന്നൂരിന്നാ വരുന്നെങ്കിൽ മോർണിംഗ് ട്രെയിൻ എളുപ്പമായിരിക്കുമല്ലോ. മോർണിംഗ് ട്രെയിൻ ഉണ്ട് മാം. അവൈലബിൾ. ഞാൻ വരുന്ന കാര്യം കറക്റ്റ് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഹസ്ബൻഡിനും കൊണ്ട് ചോദിച്ചിട്ട് പറ്റുവാണെങ്കിൽ അന്ന് വരും. രേഷ്മ ഇവിടെയല്ലേ? അപ്പൊ ശരണ്യയുടെ ശരണ്യ ഞങ്ങളുടെ ഒക്കെ സ്ഥലം എടുത്തായിരുന്നു. പക്ഷെ അത് വരുന്ന കാര്യം കൺഫേം ആയില്ല. അതെ, അടുത്താ നമ്മള്. പിന്നെ വേറെ ആരാ ദൂരെയുള്ളത്? അപ്പൊ നസീമ എങ്ങനെയാ വരുന്നത്? നസീമ ഇതില്ലേ, വന്നില്ലേ? നിസി എവിടെ അടുത്തല്ലേ? പൂക്കാട്ടുപടിയോ? ഭാഗത്ത് എവിടെയല്ലേ നിസിയ? പിന്നെ ആരാ? ഹീന എവിടെയാ? ഹീന വരുന്നുണ്ടോ? ഇല്ല. ഞാൻ ചെറിയത്താണ് മിസ്, പാനായിക്കുളം ചെറിയ അടുത്താണ്. കുഴപ്പമില്ല, വരാൻ പറ്റും. ഓക്കെ. നിഷ പൊയ്യയാണ്. പിന്നെ ആരാ? ഭാവന എവിടെയാ വീട്? മാം ഞാൻ തൊടുപുഴയാണ്. തൊടുപുഴ. ഭാവനക്ക് എന്തായാലും ബസ്സേ വരും. അല്ല, ഞങ്ങളല്ലാതെ വരുക. അച്ഛനുണ്ട്, അപ്പം അല്ലാതെ സ്കൂളിലാണ്. ഓക്കെ, ദെൻ ആൽഫ എവിടെയാ എനിക്ക് ഓർമ്മയില്ല. കൃഷ്ണപ്രിയ എവിടെയാന്നറിയോ? കൃഷ്ണപ്രിയ ഉണ്ടോ? എനിവേ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വരൂ. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. എന്തായാലും ഞാൻ ഇവിടുന്ന് മോർണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വണ്ടി വരുമായിരിക്കും. കാരണം ചില മെറ്റീരിയൽസ് മുഴുവൻ ഇരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് അതിന് പോവാം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ് ഉണ്ടാവും. ആലോചിക്കൂ. മാം ചേന്നമംഗലം പാലിയത്തായിട്ടാണോ? അതെ, പാലിയം അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ, ഓൾമോസ്റ്റ് ഡയഗണലി ഓപ്പോസിറ്റ് ആണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ബട്ട് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഇത് നടക്കുമെന്ന് സംശയമുണ്ട്. കാരണം സ്പേസിന്റെ പ്രോബ്ലം. പിന്നെ അവിടെ പാരലലി 3, 4, 5 ക്ലാസ്സസ് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ക്യൂബിക്കിൾസിൽ.
അതും ഒരു ഡിസ്റ്റർബ് ആകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഞാൻ സാറിനോട് ഒന്ന് കൺഫേം പറയാം. എവിടെയാണ് ഓക്കെ മാം. അവിടെ അറിയാം, എന്റെ അമ്മ വീട് അവിടെയാ. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും ഇപ്പൊ രതി ഇപ്പൊ എവിടെയാ? ഞാൻ കാലടി. അതും അടുത്താണല്ലോ. ആ, ഞാൻ 2 വീലറിന് വരുവാ. ആണോ? ശരി ശരി. ഈ അടുത്താണ്. ആൻട്രി എവിടെയാ? ആരെങ്കിലും തൃപ്രയാർന്നുണ്ടോ? പ്രയാറ്. ആ ടീച്ചർ വന്നോ? ക്ഷമര ടീച്ചർ. പൊയ്യലുണ്ട് ടീച്ചറെ. മോനിഷ പൊയ്യലാണ്. ഞാൻ തൃപ്രയാറ്. ആൻട്രിയ തൃപ്രയാറാണോ? ഓക്കെ ടീച്ചർ ആൻട്രിയ തൃപ്രയാറ്. അപ്പൊ കേറണ ടൈം പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോവാം. അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് ഏത് ബസ്സിന് കയറുന്നുള്ള പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ പറയാം. പ്ലാൻ ചെയ്ത് ശരിയാണ്. നമുക്ക് ബാക്കിയും കൂടെ അങ്ങ് എഴുതാം. കുറെ പ്ലാൻ ചെയ്ത് വരിക. നമുക്ക് ടൈം അധികം പോകാത്ത രീതിയിൽ എല്ലാരും ഒന്ന് അറേഞ്ച് ചെയ്ത് വരിക. അല്ലെങ്കിൽ എന്തായാലും വരുമ്പോ നമ്മൾ എല്ലാരും വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യാൻ ആ രീതിയിൽ സമയം പോകാത്ത രീതിയിൽ മോർണിംഗ് ടൈം അത് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വരിക. എവിടം വരെയും എഴുതിയിട്ടുണ്ടായിരുന്നു? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് എഴുതി. പുതിയതായിട്ട് വന്ന കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന്റെ കാർഡ്സ് മീൻസ് കൗണ്ടേഴ്സിന്റെ ഷേപ്പ് ബെൽ പോലെ അതൊക്കെ കാണിച്ചു തന്നില്ലായിരുന്നു ഞാൻ? ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു പോയിന്റ് സൈസ് ഉള്ള കൗണ്ടേഴ്സ് ആയിരുന്നു. ബട്ട് ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അത് കഴിയുമ്പോഴും. അതാണ്. മാം ഇതിന്റെ പിക്ചർ ഇനി എന്തായാലും പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ടാവൂല്ലേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം? പിക്ചർ ഇത് സാധാരണ പേപ്പറിലല്ല പിക്ചർ ഫോട്ടോ എടുക്കുന്നത്. അതിന്റെ ഫോട്ടോ എടുക്കുന്ന വേറൊരു പേപ്പർ സാറിനെ കാണിച്ചു തന്നു. കുറച്ച് നല്ല പേപ്പറെ, അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ചില അഡ്വർടൈസ്മെന്റ് ഒക്കെ നമ്മളുടെ ന്യൂസ് പേപ്പറിന്റെ കൂടെ വരുന്ന ഒരു നല്ലൊരു മിൻസുള്ള പേപ്പർ. അതിൽ പിക്ചർ എടുക്കാന്നാണ് സാറ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ എഴുതിയത് അവിടെ വരെയായിരുന്നു? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ആണോ? അല്ല മാം, മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ്. സിഗിൻ ബോർഡ്സിന്റെ അല്ലേ? സിഗ്വിൻ ബോർഡ് തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങിയില്ല. ഇവിടം വരെയാണോ? ഈ മെയിൻ ഫീച്ചേഴ്സ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് എഴുതി കഴിഞ്ഞു അല്ലേ? എഴുതി കഴിഞ്ഞു മാം. ഓക്കെ, നെക്സ്റ്റ് സിഗിൻ ബോർഡ്സ് അത് എഴുതിക്കോളൂ. അതും അതിന്റെ പിക്ചർ ഒന്ന് കാണിക്കാം. പിക്ചർ മുകളിലാന്ന് തോന്നുന്നു. ഇത് സിഗിൻ ബോർഡ്സ് അല്ല, സ്പിൻഡിൽ ബോക്സസ് അല്ല ഇത്. സിഗിൻ ബോർഡ്സ് താഴെയായിരിക്കും. താഴെ എഴുതിക്കോളൂ. അത് നമുക്ക് ആ ബോർഡ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ കയ്യിൽ ഇപ്പില്ല. കാണാലോ അല്ലേ? അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും അതിൻ്റെ ഉണ്ടോ നോക്കട്ടെ. എഴുതിക്കോ, ഞാൻ പറയാം.
ഫസ്റ്റ് ലൈൻ അത് ലാസ്റ്റ് എന്താണത്? ഓൺ സെപ്പറേറ്റ് ആണോ? എന്റെ റെക്കോർഡ് നിർത്തട്ടെ. ഫോട്ടോ എടുത്തപ്പോ അത് പതുക്കെ പോകും. On separate cards, numbers 1 to 9, numbers നോക്കണേ, numbers 1 to 9 are printed. ആ കാർഡ്സ് കഴിഞ്ഞിട്ട് കോമ ഇടുവാണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ കറക്റ്റ് അത് കണക്ട് ചെയ്ത് പോകും. ഓൺ സെപ്പറേറ്റ് കാർഡ്സ് numbers 1 to 9 are printed. അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ the child will learn teen numbers using this board കഴിയുമ്പോൾ ഞാൻ അത് ബാക്കി പറഞ്ഞുതരാം. അടുത്തത് എഴുതണം. Numbers using the board വരെ എഴുതിയോ? 1 to 9 are printed. The child will learn teen numbers. അതായത് 13, 14 അങ്ങനെ teen numbers using this board. അത് കഴിഞ്ഞിട്ട് എഴുതുക. There THERE ആണ്. There are two sign boards. Two sign boards. ഒരു സെമിക്കോളൻ ഇട്ടിട്ട് there are two sign boards. സെമിക്കോളനോ ഫുൾ കോളനോ എന്തെങ്കിലും ഇട്ടിട്ട് the sign board A, ക്യാപിറ്റൽ A ആയിരിക്കണം കേട്ടോ. sign board A, അതിന്റെ ബ്രാക്കറ്റില് നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ് ടീൻ ബോർഡ്. ടീൻ നമ്പേഴ്സ് പഠിക്കാനുള്ള sign ബോർഡ് അങ്ങനെ മീൻ ചെയ്യുന്നത്. ടീൻ ബോർഡ് and the sign board B, അതിന്റെ ബ്രാക്കറ്റില് tens board. സെമിക്കോളൻ കഴിഞ്ഞ ഒന്നും കൂടി പറയോ? പറയാം. അതായത് നമ്മൾ തുടങ്ങുന്നത് there are two, TWO2 ആണ്, two sign boards, സെമിക്കോളൻ അല്ലെങ്കിൽ ഫുൾ കോളൻ. ദ sign board A, അതിന്റെ ബ്രാക്കറ്റില് ടീൻ ബോർഡ് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ടീൻ ബോർഡ് ആൻഡ് ദ sign board B. രണ്ട് ടൈപ്പ് ബോർഡാണ്, sign board A ആൻഡ് sign board B. sign board A എന്ന് പറയുന്നത് ടീൻ ബോർഡ്, നമുക്ക് ടീൻ നമ്പേഴ്സ് പഠിക്കാനുള്ളത്. sign board B എന്ന് പറയുന്നത് ടെൻസ് ബോർഡ്, അതായത് 10 തുടങ്ങി 99 വരെയുള്ള നമ്പേഴ്സ് അവർക്ക് ലേൺ ചെയ്യാനായിട്ടുള്ള കൺസെപ്റ്റ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത് ബോർഡ് ബിയില്. പിന്നെ ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബീഡ്സ് യൂസ് ചെയ്തിട്ടും ഈ നമ്പേഴ്സ് ഇവർക്ക് ലേൺ ചെയ്യാം. അതുപോലെ തന്നെ കാർഡ്സ്, നമ്പർ എഴുതി വെച്ച കാർഡ്സ് ഇല്ലേ, കാർഡ്സ് യൂസ് ചെയ്തിട്ടും ഇവർക്ക് ലേൺ ചെയ്യാം. രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടും ലേൺ ചെയ്യാം. ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ബീഡ്സ് വെച്ചിട്ട് കുട്ടികളോട് കൗണ്ട് ചെയ്യാനായിട്ട് പറയാം. ഇപ്പൊ ഒരു ഫെസിലിറ്റേറ്റർ 5 ബീഡ്സ് വെച്ചു എന്ന് വിചാരിക്കുക, കുട്ടികളോട് കൗണ്ട് ചെയ്യാനായിട്ട് പറയാം. കുട്ടി കൗണ്ട് ചെയ്ത് 5 എന്ന് കൗണ്ട് പറയുമ്പോൾ കുട്ടിയോട് sign ബോർഡിൽ അതെവിടെയാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയാം. ആ രീതിയിലൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം. അപ്പൊ ബീഡ്സ് ആ ഒരു ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ ബീഡ്സും ചെയ്യും. ഈ ആ ബോർഡ് നിങ്ങളത് കാണിക്കും. ഇത്ര എഴുതിയില്ലേ? നമ്മൾ എഴുതിയത് sign boards consist 10 printed in rows on separate cards. Numbers 1 to 9 are printed.
The child will learn teen numbers using this board. അത്രയും മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞത് there are 2 types of SIGIN boards. SIGIN board A, that is teen board, and the SIGIN board B, tens board. ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. പിക്ചർ ഞാൻ കാണിക്കാം. കണ്ടോ? ഈ ഫസ്റ്റ് വൺ കാണുന്നത് ടീൻ ബോർഡ് ആണ്. നമുക്ക് ടീൻ നമ്പേഴ്സ് പഠിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് ടെൻസ് ബോർഡ്. ആ ഒരു 10 തുടങ്ങി 99 വരെയുള്ള കൺസെപ്റ്റ് അവർക്ക് കിട്ടും. 1ഉം 0യും അറേഞ്ച് ചെയ്ത് വെച്ചു, പിന്നെ 1ഉം 1ഉം വെച്ചു, അങ്ങനെ അങ്ങനെ എല്ലാം 99 വരെ, അപ് ടു 99, 8ഉം 7ഉം വെച്ച് 87 ആക്കാം, 7ഉം 5ഉം വെച്ചിട്ട് 75. ആ രീതിയിൽ ബോർഡിൽ ഈ കാർഡ്സ് അറേഞ്ച് ചെയ്യാം. ഈ കാർഡ് ടു ഡിജിറ്റ് നമ്പേഴ്സ് കൺസെപ്റ്റ് ആണ് ഈ 2 ബോഡിയിൽ നിന്ന് വരുന്നത്. ഇത് തന്നെ ബീഡ്സ് കുറെ കുട്ടികൾക്ക് കൊടുത്തിട്ട് ബീഡ്സ് കൗണ്ട് ചെയ്തിട്ട് ആ നമ്പർ എത്രയാണോ അതിനനുസരിച്ച് കാർഡ് അറേഞ്ച് ചെയ്യാനായിട്ട് അവരോട് പറയാം. അല്ലെങ്കിൽ ഈ നമ്പറിന്റെ നേരെ ആ ബീഡ്സ് പ്ലേസ് ചെയ്യാനോ അങ്ങനെ പല രീതിയിലും ആക്ടിവിറ്റി ചെയ്യിക്കാം. ഇതിന്റെ കൂടെ തന്നെ ബീഡ്സും അവർക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ അത്ര എഴുതിയില്ലേ? അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് അതാണ് അത് റെക്കോർഡിലുള്ളത് എഴുതുക. SIGIN ബോർഡിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റീസ്. നമ്മൾ ഓൾറെഡി തന്നെ 2 ബോർഡ്സ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഓരോ ബോഡിന്നും പഠിക്കുന്നത് എന്താന്നുള്ളത് മനസ്സിലാക്കി. നമുക്ക് സ്പെഷ്യാലിറ്റിയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ചിൽഡ്രൻ ലേൺ ദ നമ്പേഴ്സ് 10 to 99 വിത്ത് ദി SIGIN ബോർഡ് ബി. ചിൽഡ്രൻ ലേൺ ദ ടീൻ കൺസെപ്റ്റ് വിത്ത് ദി SIGIN ബോർഡ് എ. അതും കൂടെ വേണമെങ്കിൽ ഫീച്ചേഴ്സിലും സ്പെഷ്യാലിറ്റിയിലും അറേഞ്ച് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, ഈ 4 പോയിന്റ്സ് എഴുതുക. അത് കഴിഞ്ഞ് ആ 2 പോയിന്റ് കൂടെ പറഞ്ഞുതരാം. എക്സാം ടൈം ടേബിൾ കിട്ടിയോ? മോഡൽ ക്ലാസ് റൂമിൽ ഇടുമായിരിക്കും. February 17th ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. കഴിഞ്ഞോ?
കഴിയുമ്പോ പറയണേ. കഴിഞ്ഞു. ഓക്കെ, അതിന്റെ കൂടെ ആഡ് ചെയ്തോളൂ ഫീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റിയുടെ 2 പോയിന്റ്സ് ആയിട്ട് എഴുതിക്കോ. ചിൽഡ്രൻ ലേൺ ദ ടീം കൺസെപ്റ്റ് വിത്ത് ദ സ്വിഗിൻ ബോർഡ് എ. ഓൾറെഡി മുകളിൽ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുവാണ്. ചിൽഡ്രൻ ലേൺ ദി ടീം കൺസെപ്റ്റ്. ടീം ഇല്ലേ, പറഞ്ഞല്ലോ. ടീം കൺസെപ്റ്റ്. Team concept with the swinging board A. അടുത്ത ഇത് ചിൽഡ്രൻ ലേൺ ദ ടീം കൺസെപ്റ്റ് വിത്ത് ദ swinging board A. അടുത്ത കൺസെപ്റ്റ്, അടുത്ത പോയിന്റ്, ചിൽഡ്രൻ ലേൺ ദ നമ്പേഴ്സ് ടെൻ ടു 99. 10 TO2 10 to 99. 10ഉം 99 ന്യൂമറൽസ് ആയിട്ട് എഴുതണേ, നമ്പർ ആയിട്ട് തന്നെ എഴുതണം. 10 to 99 TO2 ആണ്. 10 to 99 with the swinging board B. കുട്ടികളോട് ഒരു നമ്പർ 2 ഡിജിറ്റ് നമ്പർ പറഞ്ഞിട്ട് ചെയ്യാൻ പറയുമ്പോൾ അവര് നമ്പർ ബോർഡ്സിൽ ആ കാർഡ്സ് പ്ലേസ് ചെയ്തിട്ട് ചെയ്യും. ആ ബോർഡിന്റെ പിക്ചർ ഒന്നുകൂടെ കാണിച്ചു. മെയ് 22 അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അവർ അതിനനുസരിച്ച് നമ്പർ എടുത്തിട്ട് ഈ ബോക്സിനകത്ത് അത് പ്ലേസ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ 99 ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ നമ്പേഴ്സ് എത്ര കാണിക്കും. ഇനി അതല്ല അവർക്ക് ബീഡ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ബീഡ്സ് വെച്ചിട്ടും അതിനെ കാണിക്കാനായിട്ട് പറയുമ്പോൾ ബീഡ്സ് വെച്ചും അവരത് കാണിച്ചു കൊടുക്കും. സോ നമുക്ക് ബീഡ്സ് മാത്തമാറ്റിക്കൽ ഏരിയയില് ബീഡ്സിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, സ്വിഗിൻ ബോർഡ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, സ്വിഗിൻ ബോർഡിന്റെ 2 പോയിന്റ്സും കൂടെ അടുത്ത പേജിൽ ഉണ്ടായിരുന്നേ. Understand the place value of 1 and 10. Then studying about largest and smallest numbers. സ്റ്റഡിങ് എന്നുള്ള വാക്കിനേക്കാൾ ലേണിംഗ് ആക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കുറച്ചുകൂടെ ആപ്റ്റ് മോണ്ടിസോറി മെത്തേഡ് ആകുമ്പോൾ ലേണിംഗ് അബൌട്ട് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പേഴ്സ്. മാം അത് 2 പോയിന്റ് ആയിട്ടല്ലേ എഴുതണ്ടേ? അതെ. അടുത്തത് എഴുതാനുള്ളതാണോ ബീഡ്സ് ഫ്രെയിം? നെക്സ്റ്റ് ബീഡ്സ് ഫ്രെയിം. ഞാൻ ആ ഒരു പിക്ചർ കാണിക്കാം, എന്നിട്ട് നിങ്ങൾ എഴുതുമ്പോ മനസ്സിലാവും കുറെ കൂടി. ബീഡ്സ് ഫ്രെയിം നമുക്ക് സ്മോൾ ബീഡ്സ് ഫ്രെയിമും ഉണ്ട്, ബിഗ് ഉണ്ട്. സ്മോൾ വണ്ണില് നമുക്ക് 4 റോ പോലെയാണ്, 4 വയേഴ്സ് ആണ് കാണുന്നത്. ഓരോന്നിലും 10 ബീഡ്സ് വീതം ഉണ്ടാകും. ഡിഫറെന്റ് കളേഴ്സിലായിട്ട് 10 ബീഡ്സ് വീതം ഉണ്ടാകും. ബിഗ് ബീഡ്സ് ഫ്രെയിമില് നമുക്ക് 7 ലെയേഴ്സ് ആയിട്ടാണ്, 7 വയേഴ്സ് ഇങ്ങനെ കാണും. ഓരോന്നിലും അവിടെയും നമ്പർ 10 ബീഡ്സ് തന്നെ. ഓക്കെ, അട്രാക്റ്റീവ് ആണ്, കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ. ഈ ഫ്രെയിം വുഡൻ ആയിരിക്കും, യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും, യൂസർ ഫ്രണ്ട്ലി ആണ്. അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ഓക്കെ, അത് എഴുതിക്കോളൂ.
ടീച്ചേഴ്സിലെ മോട്ടോ സ്കില്ലാണ്. ഞാൻ മോട്ടോന്ന് എഴുതിയിട്ടുള്ളൂ. ധൃതി പിടിച്ച് എഴുതി. ഞങ്ങള് എന്താ പറയാ ഷോർട്ട് ഫോം ഒക്കെ യൂസ് ചെയ്താന്ന് എഴുതിയതായിരുന്നു റെക്കോർഡ് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ബീറ്റ്സ് ഫ്രെയിം അത് എഴുതുക. 6 ആണ്. മാത്തമാറ്റിക്കൽ ഏരിയയിലെ 6ാമത്തെ മെറ്റീരിയൽ ആയിട്ടാണ് ബീറ്റ്സ് ഫ്രെയിം എഴുതിയിരിക്കുന്നത്. 2 ടൈപ്പിന്റെ പിക്ചർ കണ്ടല്ലോ, ഡിഫറെന്റ് കളേഴ്സ് ആണ്. അതാണ് എഴുതിയിരുന്നത്. പിന്നെ അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റി വരും. മിസ്സേ ആ പേജ് പോയി മിസ് കേട്ടോ. അത് പോയി. MOTOR എന്നാക്കണേ ഇവിടെ. ഫീച്ചേഴ്സും കൂടെ എഴുതിക്കോട്ടെ മാം. ആ ഫീച്ചേഴ്സ് എഴുതിക്കോളൂ. മാം ആ 3rd പോയിന്റ് ഫസ്റ്റ് വേർഡ് ഏതാ? ക്യൂരിയോസിറ്റി ആണ്. S ആണ് അവിടെ വരേണ്ടത്. അവിടെ R എന്നുള്ള ഇത്. ആക്ച്വലി ഞാൻ ഈ റെക്കോർഡ്
സ്കാൻ ചെയ്ത് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. നമ്മുടെ ഒരു ടീച്ചർ എടുത്തതാ. ഞാൻ എടുക്കുമായിരുന്നു, ഞാൻ ഇങ്ങനെ കുറെ കറക്ഷൻ ചെയ്തിട്ട് എടുക്കുള്ളായിരുന്നു. ക്യൂരിയോസിറ്റി ആണ്, യെസ് ആണ്. പറഞ്ഞല്ലോ ക്ലാസ്സിലിരുന്ന് എഴുതുന്നു, നമ്മൾ അങ്ങനെ അങ്ങ് എഴുതി നോക്കൊന്നുമില്ല. പിന്നെ ക്യൂരിയോസിറ്റി SITY ആണ്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അസോസിയേഷൻ ഓഫ് സിമ്പിൾ ആൻഡ് ക്വാണ്ടിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ബീഡ്സിന്റെ കുറെ സെറ്റ്സ് തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ബീഡ്സ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ, നിങ്ങൾ കൗണ്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വന്നത് ബീഡ്സ് ചെയർ എന്നുള്ള രീതിയിൽ അത് നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷെ സെറ്റ്സ് നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, സോ നോക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തോണ്ട് ഇത് നിർത്താം. നെക്സ്റ്റ് ക്ലാസ് മേ ബി ഒരു 2 ക്ലാസ്സസ് കൊണ്ട് നമുക്ക് റൈറ്റിംഗ് അങ്ങ് കഴിയും. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ വരുന്നുണ്ടല്ലോ, ഓൾമോസ്റ്റ് പ്രാക്ടിക്കലിന്റെ ഒരു ഐഡിയ വരും. പിന്നെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഡൗട്ടായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് കാണിക്കാം. ഓക്കെ, അടുത്തതില് ഞാൻ ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ മാത്രമേ നമുക്ക് ബോർഡ് അവൈലബിൾ ഉള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടില്ല. അപ്പൊ അതിൽ ഈ നമ്മളുടെ ഈ ചെസ് ബോർഡിലെ ആർമി മെൻ പോലത്തെ ആ ഒരു രീതിയിലുള്ള ബീഡ്സും അവൈലബിൾ ആണ്, അല്ലാതെ ബീഡായിട്ടും അവൈലബിൾ ആണ്. ആ ഒരു ഷേപ്പിൽ വരുന്ന രീതിയിലുള്ളതുണ്ട്. കുഴി പോലെ കുഴിയിൽ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ ബോർഡും വരുന്നത്. അതുപോലെ സ്ട്രിപ്പ് അല്ല, അതാണ് അതിനകത്ത് വരുന്നത് കൂടുതലും. ഓക്കെ, ഇത് നമ്മൾ പിക്ചർ കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാവില്ല. അതിന് നല്ലത് ഈ മെറ്റീരിയൽ വെച്ച് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ. കുറെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്.
പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈവൻ കുട്ടികളും മാനിപ്പുലേറ്റ് ചെയ്യും. നമ്മുടെ എൻഡ് റിസൾട്ട് ഒന്ന് നോക്കിയാൽ മതി. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും പല മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അഡീഷൻ സബ്ട്രാക്ഷന്റെ ബോർഡും സ്ട്രിപ്പും എല്ലാം സെയിം പോലെ തന്നെയാണ്. കളർ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ്. അതുകൂടാതെ സബ്ട്രാക്ഷനിൽ നമുക്ക് ആവശ്യമില്ലാത്ത നമ്പേഴ്സിനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള സ്ട്രിപ്പും കൂടെ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അഡീഷൻ സ്ട്രിപ്പോടും സബ്ട്രാക്ഷൻ സ്ട്രിപ്പോടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, സബ്ട്രാക്ഷനിൽ പ്രൊസീജിയർ കുറച്ചധികം ഉണ്ട്. പക്ഷെ അതിൽ നിന്നും കുട്ടികൾക്ക് ആ ഒരു കൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടും. ഏത് നമ്പർ പോയി, ഇപ്പൊ അവരുടെ കയ്യിൽ ടോഫീസ് കൊടുത്തിട്ട് രണ്ടെണ്ണം നമ്മൾ എടുത്ത ടേക്ക് അവേ, ആ ഒരു കൺസെപ്റ്റും സീറോ കൺസെപ്റ്റും ഒക്കെ പെട്ടെന്ന് അവർക്ക് വരും. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ വരട്ടെ, വരുമ്പോ കുറെ ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈനിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു മേ ബി ഒരു 3 ക്ലാസ്സസ് കൊണ്ട് നമ്മളുടെ ഇത് കോമൺ പോർഷൻസ് കഴിയും. പിന്നെയുള്ളത് PG ക്ലാസ് ആണല്ലോ, PG ഉള്ളവരുടെ. PG ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നില്ലേ? കാണുന്നുണ്ടോ? ലൈവായിട്ട് കയറുന്നുണ്ടോ? കോഡ് ക്ലാസ് കേൾക്കാറുണ്ട് മാം. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് മീൻസ് നിങ്ങൾക്കത് ഇച്ചിരി ഡ്രൈ ആണ് സബ്ജക്ട്. സ്കൂളിന്റെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അല്ലേ. കോമേഴ്സ് എക്കണോമിക്സ് കുട്ടികളുടെ ഒരു ലെവലിലേക്ക് ഞങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ടില്ലായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ. ജസ്റ്റ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് നമ്മൾ പാർട്ട് 4 പഠിക്കുന്നില്ലേ, അങ്ങനെ കുറെ കാര്യങ്ങളും. മാനേജ്മെന്റ് ഞങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ഡെപ്തിലല്ല, കുറച്ചും ഇങ്ങനെ ഈ ബോർഡും പറഞ്ഞ എന്താ, ഫെറ്റീക്ക് പറഞ്ഞ എന്താണ്, സ്ട്രെസ്, അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ഈ ഓർഗനൈസിങ്, പ്ലാനിങ്, അല്ല സ്റ്റെപ്സ് എല്ലാം ഉണ്ട്. അതൊക്കെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട്. അത് ഇച്ചിരി ഡ്രൈ ആണ്. നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റി ഇല്ല അതിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസോ അങ്ങനത്തെ കാര്യങ്ങളാണ്. മോണ്ടിസോറി മെത്തേഡുമായി കണക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും ആ പോർഷനിലില്ല. ഒരു സ്കൂൾ എങ്ങനെ തുടങ്ങാം, സ്കൂളിലെ കാര്യങ്ങള്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെയാണ് ശരിക്കും വരുന്നത്. നമ്മളിത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും മാനേജ്മെന്റ് പേപ്പറിൽ പഠിച്ചിട്ടുണ്ട്. മോണ്ടിസോറിക്ക് പഠിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട് 4 ഇല്ലേ, അതിനേക്കാൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ PG ക്ക്. എങ്ങനെ സ്കൂളിൽ ശ്രദ്ധിക്കേണ്ട പ്രിമിസസ് എങ്ങനെയായിരിക്കണം, കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയായിരിക്കണം, പബ്ലിക്കുമായിട്ടുള്ള ലിങ്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് മൺഡേ കാണാം. അതുപോലെ വെനസ്ഡേ നേരിട്ട് കാണാം. ഓക്കെ, ഓക്കെ, then bye. Bye. Thank you, ma'am. Good night. താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു.